ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ വന്നിരിക്കുന്നത് അജ്മാൻ അൽസോറ പറഞ്ഞ സ്ഥലത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഹോഴ്സിൻ്റെ ഷോ ഒക്കെ നടക്കുകയാണ്. 3 ഡേയ്സിൻ്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ ഈവനിങ് 3 o'clock മുതൽ രാത്രി 8 മണി വരെയായിട്ട് ഒരു പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ അധികം അറബ്സാണ് വരിക. അവിടെ കുതിരകളുടെ ഷോ ഉണ്ടാവും. അതുപോലെ നമ്മൾ വിളിക്കില്ല, ലേലം വിളിക്കുകയൊക്കെ ചെയ്യില്ല, അങ്ങനത്തെ അതിൻ്റെ കുതിരകളെ കൊടുത്തിട്ട് അതിനെ വിളിക്കുക. അപ്പോൾ നല്ല റേറ്റിനാണ് അവർ, നല്ലൊരു എമൗണ്ടൊക്കെയാണ് അവർ ലേലം വിളിച്ചെടുത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് എൻട്രൻസ് കൂടെ കയറി ചെന്ന് ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കും. ഇത് ഞാൻ വരുന്ന ടൈമിൽ ഒരു ആളും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പോകുന്ന ടൈമിൽ എടുത്തതാണ്. അപ്പോൾ തിരിച്ചു പോകുന്ന ടൈമിലിട്ട് രാത്രി വരെ ഉണ്ട്. പക്ഷെ ഞാൻ കുറച്ച് ഷോ കഴിഞ്ഞതിന് ശേഷം പോന്നു. ഇവിടെ കാലിഗ്രഫി പോലെ പെയിൻറ്റിങ്സൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനിട്ടാ. നല്ല ഒരു ഫിനിഷിങ്ങിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. പക്ഷേ അവിടെ മീഡിയയ്ക്കും പബ്ലിക് ആൾക്കാർക്കുള്ളത് ഇത് അവിടെ തോന്നി. ഈ എൻട്രൻസ് ഇവിടെ ഉണ്ട്, വേറെ എൻട്രൻസ്. ഈ വഴിയാണ് ഞാൻ കയറിയത്. അത് വലിയ വലിയ ഗസ്റ്റ്, VIP ഗസ്റ്റിനൊക്കെ വരാനുള്ള എൻട്രൻസ് അത് തോന്നുന്നുണ്ടോ. അപ്പോൾ ഈ വഴിയാണ് ഞങ്ങൾ കയറിയത്. ആ വഴി ഞാൻ കയറി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അവിടെ പോലീസുകാരും സെക്യൂരിറ്റിമാരൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ കയറി ഷൂട്ട് ചെയ്തിട്ട് പോകുന്നു. അപ്പോൾ ഈ വഴി നമുക്ക് കയറാം, കാരണം പാർക്ക് ചെയ്തിട്ട് നമുക്ക് കയറാം. ഞാൻ കയറി വരുന്ന ടൈം ഇതാണ്. ഇപ്പോൾ ഒരു ഷോപ്പും ഇല്ല, ഒരു ആൾക്കാരില്ല, കാരണം ഞാൻ നേരത്തെ എത്തിയത് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച് ഞാൻ തിരിച്ചു പോകുമ്പോൾ എടുത്തതാണ്. ഇപ്പോൾ അതാണ് എൻട്രൻസ് വരുന്നത് കേട്ടോ. അതാണ് മെയിൻ VIP ഗസ്റ്റിന് വരാനുള്ള എൻട്രൻസ്. ഇതേപോലെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. അതായത് ഈ ഷോപ്പുകൾ പറഞ്ഞാൽ പെർഫ്യൂമിൻ്റെ ഷോപ്പ്, മന്തി റെസ്റ്റോറൻറ്റ് സ്റ്റാളാണ് കേട്ടോ. അപ്പോൾ അവരെ കുക്കിംഗ് ഓയിലാണിത്. ഞാൻ കണ്ടപ്പോൾ നമ്മളെ നന്നാരി സർബത്ത് അങ്ങനെയല്ല, അതുപോലെ വിചാരിച്ചു. അപ്പോൾ അവരെ കുക്കിംഗ് ഓയിലാണ് അത്ര. അത് അവർ കോഫി പൗഡറാണ് കേട്ടോ. നമ്മൾ സാധാ കോഫി പൗഡറല്ല, അത് അവരുടേതായ കൂട്ടുകൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. ഇത് പറഞ്ഞാൽ അറബിക് മന്തി മസാല അവരുണ്ടാക്കുന്നത്. നല്ല മണമുണ്ട് കേട്ടോ. അത് അവർ മണപ്പിച്ച് തന്നപ്പോൾ നല്ല മണമുണ്ട്. പിന്നെ ഈ ബോട്ടിൽ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അച്ചാറ് പോലെയൊക്കെ തന്നെ, പക്ഷേ അത് ചിക്കനിൽ യൂസ് ചെയ്യുന്നതാണ് അത്ര. ചിക്കന് അതുപോലെ ലാമ്പിൽ അതിനൊക്കെ യൂസ് ചെയ്യുന്ന മസാലയാണ് അത്ര അത്. അപ്പോൾ അവരത് ഉണ്ടാക്കിയ മസാലകളാട്ടോ അതൊക്കെ. ഇത് നമ്മളെ അറബിക് സ്വീറ്റ്സിൻ്റെ ഒരു ഷോപ്പാണ്. ഇത് പറഞ്ഞാൽ ഹൽവ, ഒമാനി ഹൽവ പറയുന്നത് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. അപ്പോൾ അത് ഉണ്ടാക്കുന്നതേ ഉള്ളൂ, ടൈം ആവുന്നില്ല. അപ്പോൾ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒരു ബൗളിൽ ഒരു 25 dirhams അതാണ് അതിന് അവർ പറഞ്ഞ കേട്ടോ. പക്ഷെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ, ടൈം ആവുന്നില്ലേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാക്കുന്നേ ഉള്ളൂ അവർ. പിന്നെ നമ്മളങ്ങനെ നടന്നു പോയി അവിടെ ചെറിയ സോങ്സും പ്രോഗ്രാമുകളൊക്കെയാണ്. റെക്കോർഡിങ് അല്ലാട്ട് അയാൾ ഇന്ന് ലൈവായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അത് നല്ല രസമുണ്ട് കേട്ടോ കേൾക്കാൻ. അതാണ് മെയിൻ VIP ഗസ്റ്റിന് പോകാനുള്ള വഴിയാണ് കേട്ടോ അത്. പബ്ലിക്കിനല്ല, ചില ദിവസം ഷെയ്ഖുമാരൊക്കെ വരും. ഞാൻ ചെന്ന ദിവസം ഒന്നും വന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ദിവസമായിരിക്കും. ഞാൻ ചെന്ന 2ാമത്തെ ദിവസമാണ് ഞങ്ങൾ പോയത്. ഇതാണ് കേട്ടോ കാണാൻ വരുന്നവർക്ക് ഇരിക്കാനുള്ള, വിസിറ്റേഴ്സിന് ഇരിക്കാനുള്ള സീറ്റിങ്സ് ഇതാണ്. ആ സൈഡിലാണ്. അവിടെ കുറേ ആൾക്കാരെ കണ്ടില്ല. അത് ഹോട്ടൽ, അവരെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കല്ല, ഗസ്റ്റിന്. അവർക്കുള്ള ഗസ്റ്റിന് എല്ലാം എന്താട്ടോ ഫുഡ് ഐറ്റംസ്. ഫുഡൊന്നും ഇപ്പോൾ കൊടുത്തു നോക്കില്ല. വെള്ളം അത് സെർവ് ചെയ്യാനുള്ള ആൾക്കാരാണ് കേട്ടോ നിൽക്കുന്നത്, വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്. ഇവിടെയാണ് പ്രോഗ്രാം നടക്കുന്ന ഗ്രൗണ്ട്. ഇതാണ് വിസിറ്റേഴ്സിന് ഇരിക്കാനുള്ള സീറ്റിങ്സ്. ഇവിടെ മീഡിയക്കാർക്കാണ് തോന്നുന്നുണ്ട് അവർക്ക് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാനൊക്കെ ഉള്ളത്. പിന്നെ ഈ സൈഡിൽ ബീച്ചുണ്ട്. ഇവിടെ ബോട്ടിങ് നടക്കുന്നത്. 5 dirhams ആണ് ബോട്ടിങ്ങിന് നമുക്ക് ചെയ്യാൻ. അതിവിടെ അല്ല, അതിൻ്റെ ബോട്ടിങ്സിന് കുറച്ചവിടെ പോയിട്ടാണ് കേട്ടോ ഉള്ളത്. പക്ഷേ ഈ ബോട്ട് ഈ സൈഡിൽ കൂടെ ഒക്കെയാണ് പോവുക. ഇതതിൻ്റെ ചുറ്റുമുള്ളതാണ്. നല്ല ബീച്ചാണ്, നല്ല രസമാണ് കാണാൻ അതിൻ്റെ വ്യൂ ഒക്കെ. പക്ഷെ പ്രോഗ്രാം നടക്കാൻ കുറേ ലേറ്റായിട്ട് നമ്മൾ ചെല്ലുന്നിട്ട്. ഇതേവഴി അറബി മീഡിയം ഉണ്ട്, അവരെന്തൊക്കെയാണ് അവിടെ അഡ്വർടൈസ്മെൻ്റ് ചെയ്യുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ. നമ്മളെ ബാഹുബലിക്ക് സെറ്റ് ഇട്ട പോലെ ഇത് സെറ്റ് ചെയ്ത് ഇതിനും പ്രോഗ്രാമിന് വേണ്ടി ഇട്ടതാണ് കേട്ടോ അതൊക്കെ. ബോട്ടിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ബോട്ടിങ് സ്റ്റാർട്ടായി. ഇതിപ്പോൾ രാത്രി വരെ ഉണ്ട് തോന്നുന്നുണ്ട്. ഈ പ്രോഗ്രാം ഹോഴ്സിൻ്റെ ഷോ ഈവനിങ് 3 മുതൽ രാത്രി 8 മണി വരെയൊക്കെ ഓരോരോ പ്രോഗ്രാം വരെ നടന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇവർ കളിക്കുന്ന ടോയ് താഴത്തേക്ക് ഇട്ട്, അപ്പോൾ അയാളത് വന്നെടുത്ത് എന്താണ് കേട്ടോ. ഒരാൾ നടന്നു പോകുന്നുണ്ടായിരുന്നു, അതിനെ കൊണ്ട് എടുപ്പിച്ചതാണ്. അത് മനഃപൂർവ്വം ഇട്ട് കളിക്കുന്നതാണ് താഴത്തേക്ക്. ഇപ്പം നമ്മളെ പ്രോഗ്രാം തുടങ്ങാനായി. ഇപ്പം എല്ലാവരും വന്ന് സീറ്റ് ചെയ്യാൻ തുടങ്ങി. ഇവരൊക്കെ വന്നു. ഇന്ന് നടക്കുന്നത് ഹോഴ്സിൻ്റെ ഫാഷൻ ഷോ പോലെയാണ് കേട്ടോ ഇന്നത്തെ പ്രോഗ്രാം. ഇന്നലെയൊക്കെ പറയുമ്പോൾ അതിനെ സെയിൽ ചെയ്യാനുള്ളതിന്, അതായത് ഇതേപോലെ നമ്മൾ ഓരോ ആൾക്കാർ ഹോഴ്സിനെ കൊണ്ടുവരും. പിന്നെ അത് നമ്മൾ
ലേലം ചെയ്യില്ലേ, നല്ല റേറ്റിന് അത് സെയിൽ ചെയ്യുക, അതായിരുന്നു ഓരോ ദിവസമായിട്ട്. ഇപ്പോൾ അതാ ഈ ഉള്ളിൽ സെൻറ്ററിൽ നിൽക്കുന്ന 6-7 പേരായിട്ട് അതിന് ജഡ്ജസ് ഇത് ഓരോ ഹോഴ്സുകളായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ അതിനെ ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരാണ് അതിൻ്റെ കൂടെ ഉള്ളത് കേട്ടോ. അവർ അതിനെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർ, പക്ഷെ അവർ ആ ട്രെയിൻ ചെയ്യുന്ന അവരുടെ ബാക്കിൽ കോഡ് വെച്ചിട്ടുണ്ട്. അതാണ് ആ ഹോഴ്സിൻ്റെ നമ്പർ. അത് നമ്മളിപ്പോൾ നോർമൽ നമ്മൾ ഫാഷൻ ഷോ നടത്തുമ്പോൾ നമുക്ക് ഒരു പാർട്ടിസിപ്പൻറ്റിന് ഒരു കോഡ് ഉണ്ടാവില്ലേ, അതേപോലെ ആ കൂടെയുള്ള ട്രെയിനിൻ്റെ അവരെ ബാക്കിൽ ഓരോ കോഡുണ്ട്. അതാണ് ആ ഹോഴ്സിൻ്റെ നമ്പർ. അപ്പോൾ ഒരു 6-7 എണ്ണം ഉണ്ടായിരുന്നു. അത് ഓരോരുത്തരോരുത്തർ ഇതിൽ വന്ന് നിൽക്കാം കേട്ടോ. ചിലതിങ്ങനെ കിടന്ന് ചാടുന്നൊക്കെ ഉണ്ട്. പക്ഷേ ആ ട്രെയിൻ ഉണ്ട്, അത് ആ കോഡ് ഉണ്ട്. അയാളെ 44 ആണ് അയാളത്. അതേപോലെ ഓരോരുത്തർക്കും ഓരോ നമ്പർ ബാക്കിൽ കൊടുത്തിട്ട് അതാണ് അവരുടെ ഹോഴ്സിൻ്റെ നമ്പർ. ഇപ്പോൾ എല്ലാവരും വെൽക്കം ചെയ്തതാണ് കേട്ടത്. ഓരോ ഹോഴ്സിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ ഹോഴ്സിനും കൊടുത്തിട്ട് നിർത്തിയിട്ടുണ്ട്. എല്ലാവരും പേര് വിളിച്ചിട്ടാണ് വരുന്നത്. പാർട്ടിസിപ്പൻസിൻ്റെ പേര് വിളിച്ചിട്ട് അവരങ്ങനെ കയറി വരികയാണ്. ഇതിപ്പോൾ ആദ്യം എല്ലാവരും വെൽക്കം ചെയ്തു, എല്ലാവരും വന്ന് പോയി. ഇതിപ്പോൾ ഓരോരുത്തർ പേരെടുത്ത് വിളിച്ചിട്ട് വരട്ടെ. ഓരോ കോഴ്സിനും ഓരോ പേരുണ്ട്, ആ പേരിലാണ് അവർ വിളിക്കുക. അപ്പോൾ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പേര് വിളിക്കില്ലേ, അതേപോലെ വിളിക്കും. അതിൻ്റെ കോഡ് നമ്പറും പറയും. അപ്പോൾ അവർ വരും, അതേപോലെ അത് പെർഫോം ചെയ്യാൻ കേട്ടോ. അപ്പോൾ അത് ആ കോഴ്സിനെ കൊടുത്ത് അത് പെർഫോം ചെയ്യാണ്. അപ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ അത് പെർഫോം ചെയ്യും. അപ്പോൾ ആ ജഡ്ജസ് അവിടെ നിൽക്കുന്ന 6-7 പേരുണ്ട്. അവർ ജഡ്ജസ് അവർ നോട്ട് ചെയ്തിട്ട് അവരൊക്കെ എഴുതി വെക്കുന്നുണ്ട്. മാർക്ക് ഓരോ സ്കോറുണ്ട് ഓരോന്നിനും. അതാ ഈ ഇവിടെ സൈഡ് സ്ക്രീനിൽ നമുക്ക് എല്ലാം കാണിക്കുന്നുണ്ട്. അതിൻ്റെ സ്കോറും കാര്യങ്ങളും പേരും ഹോഴ്സിൻ്റെ പേരൊക്കെ നമ്മൾ ഞെട്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. പേരൊന്നും ജെനിഫർ ഡിസ്യൂസ പകുതിയൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. പകുതി പേര് നമുക്ക് മനസ്സിലാവും. അത്രയും നല്ല എന്താ പറയുക, അത്രയും നല്ല പേരുകളാട്ടാ. കേൾക്കാൻ തന്നെ നല്ല രസമാണ്. പേര് നമ്മൾ എഴുതി അവിടെ സ്ക്രീനിൽ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. നല്ല രസമുള്ള പേരുകളൊക്കെ കേൾക്കാൻ. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് പെർഫോം ചെയ്ത് പോകട്ടെ. അപ്പം ആ സ്ക്രീനിൽ തന്നെ നമുക്ക് എഴുതി കാണിക്കും അതിൻ്റെ നെക്ക്, അതിൻ്റെ സൈസ്, കാര്യങ്ങൾ എല്ലാം, അതിൻ്റെ ലെഗ് എല്ലാം ഈ സൈഡിൽ ഇതേപോലെ സ്ക്രീനിൽ അതിൻ്റെ സ്കോറും അതിൻ്റെ ബോഡി, അതിൻ്റെ ലെഗ്സ്, അതിൻ്റെ മൂവ്മെൻറ്റ് എല്ലാം അതിൽ സ്കോർ ഓരോ ഹോഴ്സിൻ്റെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഹോഴ്സ് എലിമിനേറ്റ് ആയി, അതിൻ്റെ കാലിന് പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് അത് എലിമിനേറ്റ് ആയിപ്പോയി. അപ്പോൾ അതേപോലെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് പിന്നെ ഓരോരോ റൗണ്ടിൽ ലാസ്റ്റ് വരുന്നവർക്ക് വിന്നറായ ഹോഴ്സിന് നല്ലൊരു എമൗണ്ട് ആണിട്ട് അതിനെ ഗിഫ്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഓരോരുത്തർ പെർഫോം ചെയ്ത് പോയി. അതിൻ്റെ സ്കോറ്, അതിനോരോ ഇതൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഒരു സ്കോറും കാര്യങ്ങളും 47 ആണ് ഇപ്പോൾ വന്ന് പോയത്. അതേപോലെ അതിൻ്റെ ഓരോരോ ഇതുണ്ടാവും. അതിൽ ആരാണ് മെയിനായിട്ട് സ്കോർ കൂടുതലെന്ന് വെച്ചാൽ അവരെയാണ് ഫൈനലിൽ എടുക്കുക. സ്കോർ 92.0 ആണ്. കോഡ് നമ്പർ 47 വന്ന ഹോഴ്സിന് കിട്ടിയത്. അതേപോലെ ഓരോ ഹോഴ്സിൻ്റെ കോഡും സ്കോറൊക്കെ ഉണ്ടാവും. ലാസ്റ്റ് ഫൈനൽ ആരാന്ന് വെച്ചാൽ അവർക്ക് ഗിഫ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് കണ്ടത് ഇറങ്ങിപ്പോകുന്നു, കാരണം ഇത് കുറേ നേരം ഉണ്ട് ഈ പ്രോഗ്രാം. ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ട് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ അവർ ഫ്രീ ആയിട്ട് തന്നെ ഓരോ ഇത് മെഹന്തി ഇട്ട് കൊടുക്കുക. അതാണ് ഞാൻ നേരത്തെ കാണിച്ചത് ഹൽവ കേട്ടോ. ഇവർ പോയി വാങ്ങിക്കൊടുന്നതാണ് സാമ്പിൾ. നല്ല ടേസ്റ്റുള്ള ഹൽവാണ്. ഒമാനെ ഹൽവ എന്ന് പറയുന്നത് രസമാണ് കഴിക്കാൻ. അപ്പോൾ ഇവർ ഈ ലോക്കസ് ലേഡീസ് ഇരുന്നിട്ട് ഇതേപോലെ എന്തൊക്കെ ത്രെഡിലൊക്കെ ഓരോ വർക്ക് ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള ഇതല്ല. അതേപോലെ ഈ ഇടുന്ന ഹെന്ന ബൈ ഷാ എന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ്, ഇവിടെയുള്ള ഹെന്നായിട്ട് അവർ ഇതേപോലെ ഫങ്ഷൻസൊക്കെ വന്നിട്ട് കൊടുക്കും. അപ്പോൾ അവളിട്ടു, ഞാനും ഇട്ട് ഇടുക മെഹന്തി ഇട്ട്. ഇപ്പം പിന്നെ ഇവിടെ പ്രോഗ്രാമിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് മെയിൻ എൻട്രൻസ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വന്ന് ഇവിടെ ഇവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിട്ട മെഹന്തിയാണത്. എനിക്ക് കയ്യിൽ തന്നെ പിടിച്ചതായതുകൊണ്ട് എനിക്ക് കറക്റ്റ് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാനിട്ടു. ഞങ്ങൾ 3 പേരിട്ടു. അവന് ചെറുതായിട്ട് പേര് എഴുതി, ഞാനിങ്ങനെ ഒരു കയ്യിൽ വരച്ചു. അപ്പം ഞങ്ങൾ 3 പേരുടെ കൈ ആട്ടായി കാണും. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രോഗ്രാം വേഗം തുടങ്ങി വെച്ചിട്ട് നേരെ അങ്ങോട്ട് പോയി. പിന്നെ ഒരു 5-5:30 ഇട്ട ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുമ്പോൾ, കാരണം പ്രോഗ്രാം സൂപ്പറായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. എല്ലാ സെറ്റിങ്സും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. 2 ഫ്രൈഡ് റൈസും മുട്ട റോസ്റ്റും പിന്നെന്താ പൊറോട്ടയായിരുന്നു കേട്ടോ ഓർഡർ ആക്കിയത്. എല്ലാവർക്കും നല്ല വിഷമമുണ്ടായിരുന്നു. ഇടയ്ക്ക് നിലക്ക് ഓരോന്ന് അങ്ങനെ ചെറിയ സ്നാക്സ് കഴിച്ച് ഹെവി ആയിട്ട് കഴിക്കുന്നത് എപ്പോഴാണ്.
അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.